ഹായ് ഹലോ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടിയുടെയും മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും ഒരു സ്റ്റോറിയാണ് കേട്ടോ. അങ്ങനെ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും ഒരേ ഒരു മകന് ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന കാര്യം രേവതിക്കുട്ടിയോട് തുറന്ന് പറയുന്നുണ്ട്. ആദ്യം രേവതിക്കുട്ടി ഈ കാര്യം ചോദിക്കുമ്പോൾ ഗ്രേസമ്മ അവളെ വഴക്ക് പറയുന്നുണ്ട്. സങ്കടം കൊണ്ട് വഴക്ക് പറഞ്ഞു പോകുന്നതാണ്. മാമച്ചനും ഇക്കാര്യം അവളോട് തുറന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് ഇതെല്ലാം കേട്ടിട്ട് വലിയ സങ്കടമാവാണ്. അങ്ങനെ ഗ്രേസാമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ അറിയാതെ ചോദിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവളോടെല്ലാം തുറന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഓർത്തിട്ട് രേവതിക്കുട്ടിക്ക് വലിയ സങ്കടമാവാണ്. മാമച്ചനിൻ്റെയും ഗ്രേസാൻ്റിയുടെയൊക്കെ കാര്യം ഓർത്തപ്പോൾ അവൾക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട്. എന്നാലും എന്തിനാ ദൈവം ഇത്രയ്ക്ക് ക്രൂരത കാണിക്കുന്നത്? ഒരേ ഒരു മകനെയല്ലേ ഉള്ളൂ. അവരെ തിരിച്ചെടുത്തുകയും ചെയ്തു. അവരുടെ സന്തോഷം അതോടുകൂടെ നിന്നു പോയതെന്ന കാര്യവും രേവതിക്ക് മനസ്സിലാവാട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ആ വീട്ടിലെ അവരുടെയൊക്കെ കണ്ണിലുണ്ണിയായി മാറുകയാണല്ലോ. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ വീട്ടിലെ ഒരു റൂം ഏത് സമയം തുറക്കാറ് പോലുമില്ല. അവിടെ പലപ്പോഴും മാത്രമേ വൃത്തിയാക്കാറുള്ളൂ. ഇന്ന് വരെ രേവതിക്കുട്ടി ആ റൂമിലേക്ക് കയറിയിട്ടുമില്ല. അങ്ങനെ അവൾ ആ റൂം ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ഗ്രേസാമ്മയുടെയും മാമച്ചൻ്റെയും ആ മകൻ്റെയും ഫോട്ടോ മാലയിട്ട് വെച്ചതും അവൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും കക്ഷി. എന്തായാലും ആള് നല്ല സുന്ദരനാണ്. എങ്ങനെയായിരിക്കും മരിച്ചത്? ആക്സിഡന്റിൽ മരിച്ചെന്നല്ലേ പറഞ്ഞത്? പാവം, എത്ര പെട്ടെന്നാ ദൈവം തിരികെ വിളിച്ച് എന്നൊക്കെ ഓർത്ത് അവിടേക്ക് നോക്കണ സമയത്താണ് അവിടെ ഒരുപാട് ഡയറികളും ബുക്കുകളും ഒക്കെ കാണുന്നത്. എല്ലാം അയാളുടേതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പെട്ടെന്നാണ് രേവതിക്കുട്ടിയെ പുറകിൽ നിന്ന് ഗ്രേസ് ആൻറ്റി ഒരു വിളിക്കുന്നത്. ഡി രേവതിക്കുട്ടി, നിനക്കെന്താ അവിടെ പണി? നിന്നോട് ആരാ അങ്ങോട്ട് പോവാൻ പറഞ്ഞെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ട് രേവതിക്കുട്ടി, അയ്യോ, ഞാൻ ചുമ്മാ വെറുതെ അടഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ വൃത്തിയാക്കിയല്ലോ എന്ന് കരുതി കയറിയതാ. വേണ്ട, നീ അവിടെ കയറേണ്ട, അത് വൃത്തിയാക്കുകയും വേണ്ട. അവിടെ എൻ്റെ മകൻ്റെ സുഗന്ധമുണ്ട്. അത് നീ അവിടെ കയറി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് പിന്നെ എന്തിനാ? ഞങ്ങൾക്ക് അവൻ്റെ ഓർമ്മ വരുന്ന സമയത്ത് ഞാനും മാമച്ചനും അവിടെ പോയിരിക്കും. അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെയുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നാറ്. നീ അവിടെ കയറേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പിടിച്ച് ആ ഒരു റൂമിൻ്റെ വാതിൽ അടക്കുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടിയോട് മറ്റെന്ത് ജോലി വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷേ ഈ റൂമിലേക്ക് നീ കയറി പോകരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതിക്കുട്ടിയാണെങ്കിലും തൻ്റെ ജോലിയിലെ മുഴുകാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ, കുറച്ച് എപ്പിസോഡുകൾ ശേഷം രേവതിക്കുട്ടി ഗ്രേസാമി മാമച്ചനും അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് അവൾ ആ റൂമിൻ്റെ കതക് തുറക്കുന്നത് ചുമ്മാ പണിയില്ലാതിരിക്കുമ്പോൾ ആ റൂമിലേക്ക് കയറാൻ വേണ്ടി അവൾക്ക് തോന്നാണ്. അങ്ങനെ ആ റൂമിലേക്ക് അവൾ കയറുമ്പോൾ എന്തോ ഒന്ന് അവളെ വലയം ചെയ്യുന്ന പോലെയും ഒരു ആകർഷണം അവൾക്ക് തോന്നാട്ടോ. അങ്ങനെ മേശപ്പുറത്തിരിക്കുന്ന ബുക്സും ഡയറിയും ഒക്കെ അവൾ എടുത്തു നോക്കുന്നുണ്ട്. അയാൾ എഴുതി കുറിച്ച് വെച്ച വാക്കുകളെല്ലാം കാണുമ്പോൾ അതിൽ അവൾക്കൊരു കാര്യം മനസ്സിലാവാണ്. അയാൾക്കൊരു പ്രണയമുണ്ടായിരുന്നെന്ന കാര്യവും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിക്ക് വല്ലാതെ കൗതുകം തോന്നി. അതെല്ലാം എടുത്തു നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് രേവതിക്കുട്ടി ആ കാഴ്ച കാണുന്നത്. അവിടെ മേശക്കരികിലായിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഇരിക്കുന്നത്. അതിലേക്ക് തന്നെ നോക്കി. അപ്പോൾ ചിലപ്പോൾ ഇയാളുടെ പ്രണയിനിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ഇതിൽ കിട്ടുമായിരിക്കും. എന്തായാലും അതൊക്കെ ഞാനെന്തിനാ നോക്കുന്നത്? എന്നാലും അവൾക്ക് കൗതുകം അടക്കാൻ വയ്യാതെ ആ ഒരു ലെറ്ററെല്ലാം നോക്കുന്നുണ്ട്. ആ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അത് നിറയെ കത്തുകളായിരിക്കട്ടോ. അങ്ങനെ ഇവർ പ്രണയിച്ച സമയത്ത് അവനും ഗ്രേസാമ്മയുടെ മകനും ആ പെൺകുട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച ലെറ്ററായിരിക്കും. അതിലെല്ലാം അവൻ സൂക്ഷിച്ചതെല്ലാം അവളുടെ ലെറ്ററുകളായിരിക്കട്ടോ. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് അതെല്ലാം വായിക്കുന്ന രേവതിക്കുട്ടിക്ക് താനൊരു പ്രണയലോകത്തേക്ക് നടന്നു പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ വിവാഹം നിശ്ചയിച്ചതെല്ലാം ആ ഒരു കത്തിൽ നിന്ന് മനസ്സിലാവാണ്. അപ്പോൾ വിവാഹം നിശ്ചയത്തിന് ശേഷമാണോ ആ ചേട്ടൻ മരിച്ചു പോയത്? അതിന് ശേഷമായിരിക്കും ആക്സിഡന്റ് ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ ഇത്രയും സന്തോഷകരമായിട്ടല്ല ഈ കത്തുകളിൽ കാണുന്നത്. അതെല്ലാം ഓർത്തുകൊണ്ട് തന്നെ ആ ബോക്സ് വീണ്ടും തിരികെ രേവതിക്കുട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ ഡയറികളെല്ലാം മറിച്ചു നോക്കുന്ന സമയത്തും അവൾക്കത് മനസ്സിലാവാണ്. വിവാഹം ഉറപ്പിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ആ ചേട്ടൻ മരിച്ചു പോയത്. ഒരുപാട് പ്രതീക്ഷയും സന്തോഷത്തോടെയും ആവശ്യത്തോടെയും കാത്തിരിക്കുന്ന ദിവസങ്ങളായിരിക്കുമല്ലോ അത്. പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്ന ദിവനങ്ങൾ. എന്നിട്ടും ദൈവം എന്തിന് ഈ ക്രൂരത കാണിച്ചു എന്നെല്ലാം രേവതിക്കുട്ടി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പാവം, ആ പെൺകുട്ടി എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും. ആ ചേച്ചി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ ചേച്ചി ഇപ്പോൾ എവിടെ ആയിരിക്കും? ഇനിയിപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചു കാണുമോ? ആത്മാർത്ഥ പ്രണയമായി
സമയമാണെങ്കിൽ ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടി കഥ കടച്ച് പോവാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ലെറ്ററിൽ നിന്ന് ഒരു ലെറ്റർ താഴെ വീണ് കിടപ്പുണ്ടായിരിക്കും. അയ്യോ, ഇതെടുത്ത് വെച്ചില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നിലത്ത് നിന്ന് ആ ലെറ്റർ എടുക്കാണ്. അതിൻ്റെ കവറെല്ലാം ഓപ്പണായി കിടക്കുകൊണ്ട് തന്നെ രേവതിക്കുട്ടി വെറുതെ ആ വരികളിലെല്ലാം കണ്ണോടിക്കാണ്. ആ ഒരു സമയത്താണ് നട്ടലോടെ രേവതിക്കുട്ടി ആ സത്യം തിരിച്ചറിയുന്നത്. വിവാഹ നിശ്ചയത്തിന് മുമ്പേ തന്നെ അവർ രണ്ടുപേരുടെയും ഒരു കത്തായിരിക്കൂട്ടോ അവൾ ഗർഭിണിയാണെന്ന് ആ കത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ചേട്ടാ, ഞാനിപ്പോൾ 2 മാസം ഗർഭിണിയല്ലേ, നമ്മുടെ വിവാഹം കഴിഞ്ഞാലും എത്രയും നേരത്തെ പ്രസവിച്ചെന്നോ കുഞ്ഞിന് വളർച്ചയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരുമോ? എനിക്കതോർത്തിട്ട് വല്ലാതെ വിഷമമുണ്ട്. എന്നാലും സാരല്ല, ചേട്ടൻ്റെ കൂടെയല്ലേ ഞാൻ വരുന്നത്. വിവാഹത്തിന് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ. അധികം ദിവസം അതിനു മുമ്പേ നമ്മുടെ വിവാഹമാണല്ലോ. എനിക്കതിൽ സന്തോഷമേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഗർഭിണിയാണെന്ന കാര്യം എനിക്കും നിങ്ങൾക്കും മാത്രമേ അറിയുള്ളൂ. ഈ കാര്യം ആരും അറിയണ്ട കേട്ടോ. വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാണെന്നൊക്കെ കേൾക്കുമ്പോൾ അവരെൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാണെന്ന് കരുതും. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണല്ലോ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്ന് പറയുമ്പോൾ നെട്ടിലൂടെ രേവതിക്കുട്ടിക്ക് ആ ഒരു വാർത്ത വലിയ സന്തോഷവും അത്ഭുതവും തോന്നാട്ടോ. അവൾ ആ ലെറ്റർ അപ്പം തന്നെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴാണ് താഴെ ഗ്രേസ് ആൻറ്റിയും മാമച്ചനും ഹോസ്പിറ്റലിൽ നിന്ന് വന്നെന്ന് മനസ്സിലാവാണ്. അവൾ ആവശ്യത്തോടു കൂടെ ആ കത്ത് കാണിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോൾ തൽക്കാലം ഇതിപ്പോൾ കാണിക്കേണ്ട എന്ന് തോന്നി അവളത് സെൽഫിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ചെന്നിട്ട് മാമച്ചനോടും ഗ്രേസമ്മയോടും ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞു കൊച്ചമ്മേ ഡോക്ടറെ? എന്ത് ഇയാളെ എപ്പോഴും കട്ട് തിന്നല്ലേ? അയാളുടെ അസുഖത്തിന് യാതൊരു കുറവുമില്ല. ഷുഗർ കഴിക്കരുതെന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ട് നീ തന്നെയല്ലേ പറഞ്ഞത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മധുരെടുത്ത് കഴിക്കുന്നുണ്ടെന്ന്? അതെ, മാമച്ചൻ അങ്കിളിനോട് പറഞ്ഞതല്ലേ, ഡോക്ടർ പറഞ്ഞതുപോലെ മരുന്ന് കുടിച്ച ഒരു അസുഖം ഉണ്ടാവില്ല. ഇനി ജീവിക്കാനുള്ള ആഗ്രഹവും കൊതിയും ഒക്കെ കൂടും എന്ന് പറയാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതൊക്കെയുണ്ട്, രണ്ടുപേരും ഭക്ഷണം കഴിക്കുക. നീ പറ രേവതിക്കുട്ടി, ഞങ്ങളിങ്ങനെ സസ്പെൻസിലിടാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും. അതൊക്കെയുണ്ട്, നിങ്ങൾ വന്ന കാലം നിൽക്കാതെ ദേ ഇത് കുടിക്കുന്ന പറഞ്ഞ് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ രണ്ടുപേർക്കും വന്ന് കൊടുക്കുന്നുണ്ട്. രേവതിക്കുട്ടി, ഞങ്ങൾക്ക് വായിലൂടെ ഒന്നും ഇറങ്ങില്ല. നീ എന്താ ഇപ്പോൾ സസ്പെൻസ് ഇട്ട് എന്തോന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം വരുന്ന പോലെ. എന്താ അത്? എന്താ നീ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ പറഞ്ഞത്? അതെ, നിങ്ങളുടെ മകൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് വലിയ സങ്കടത്തിലല്ലേ നിങ്ങൾ? എന്നാലേ നിങ്ങളുടെ മകൻ മരിച്ചു പോയില്ല. ഇത് കേട്ട ഗ്രീസമ്മി മാമച്ചനും പരസ്പരം മുഖത്തോട് മുഖം നോക്കാം. നിനക്കെന്താ ഭ്രാന്തായോ? അവൻ്റെ ജഡം വാങ്ങി ഞങ്ങളല്ലേ ഇവിടെ സംസ്കരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ ഇപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞ് ആ ലെറ്റർ വന്ന് ഗ്രേസാമ്മയെ കയ്യിൽ കൊടുക്കാണ്. ഗ്രേസാമ്മ അത് വായിച്ചതും മാമച്ച ഇത് നോക്കേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഗർഭിണിയായിരുന്നോ? അതെ, അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിവിടെ? പിന്നെ നമ്മൾ അവളെക്കുറിച്ച് ഒന്നും അന്വേഷിച്ച പോലും ഇല്ലല്ലോ. അതെ, ആ കുഞ്ഞ് പിന്നെ എവിടെ? എന്തായാലും അവൾ ഗർഭിണിയാണെങ്കിൽ അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാതിരിക്കോ? ഒരിക്കലും അതിന് വളർത്താനോ പ്രസവിക്കാനോ നിന്ന് കാണില്ല. ഗ്രീസാമ്മയെ വെറുതെ മനസ്സിൽ ഓരോ ആശ കൊടുക്കേണ്ട. എനിക്കിത് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതിന് നമ്മുടെ മകൻ്റെ കുഞ്ഞാണ്. നമ്മുടെ മകൻ ഈ ലോകത്തില്ല, പക്ഷെ അവൻ്റെ കുഞ്ഞെങ്കിലും ഈ ലോകത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ വീട് എവിടെ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അവളുടെ വീട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്രീസാമ്മയും മാമച്ചനും കൂടെ അന്വേഷിച്ചു പോകുന്നുണ്ടെങ്കിലും അവളെക്കുറിച്ച് യാതൊരു അറിവും കിട്ടുന്നില്ല കേട്ടോ. അവരുടെ വീട്ടുകാരാണെങ്കിലോ അവരെ മാമച്ചനും ഗ്രീസാമ്മയും, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ മകൻ കാരണം എൻ്റെ മകൾക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത്. അവളൊരു മറ്റൊരു വിവാഹത്തിനും സമ്മതിച്ചില്ല. അവൾ ഇപ്പോഴും ഒരു മാനസിക നില തെറ്റിയ രൂപത്തിലാണെന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. അത് മറ്റാരും ആയിരിക്കില്ല കേട്ടോ. ഗ്രേസാമ്മയുടെയും മാമച്ചൻ്റെയും മകൻ പ്രണയിച്ചത് അലീനയുടെ അച്ഛനുണ്ടല്ലോ ലാലിച്ചൻ്റെ പെങ്ങളെ ആയിരിക്കൂട്ടോ. അങ്ങ് രണ്ട് കുടുംബം ക്രിസ്ത്യാനി കുടുംബം ആയതുകൊണ്ട് തന്നെ ആ വിവാഹമൊക്കെ എല്ലാവരും കൂടെ അന്തസ്സായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴാണല്ലോ ഇയാൾ ആക്സിഡൻറ്റ് മരിച്ചു പോകുന്നത്. മോൾ ഗർഭിണിയാണെന്ന് അവരറിഞ്ഞതോടുകൂടെ ആ കുഞ്ഞിനെ അവളെ പ്രസവിച്ച ഉടനെ തന്നെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അവൾ മരിച്ചതോടു കൂടെ തന്നെ മാനസികാവസ്ഥയിലായിരിക്കും അവൾ. ആ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടെന്ന് അറിയുമ്പോൾ തീർത്തും ഒരു ഭ്രാന്തിയായി മാറിയിട്ടുണ്ടാവും കേട്ടോ. അത് അലീനയുടെ അപ്പച്ചി ആയിരിക്കും. ആ യഥാർത്ഥ കുഞ്ഞാണെങ്കിലോ ചിന്നുമോളായിരിക്കും കേട്ടോ.
അവരുടെ പേരക്കുട്ടി മാമച്ചൻ്റെ പേരക്കുട്ടി ചിന്നുമോളാണ് കേട്ടോ ആവുന്നത്. അങ്ങനെ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇത് ചിന്നുമോളാണ് മാമച്ചൻ്റെ പേരക്കുട്ടി എന്ന കാര്യവും, അതുപോലെ അലീന സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭ്രാന്തിയായിട്ടുള്ള അപ്പച്ചിയെ കാണുന്നുണ്ട്. അങ്ങനെ അപ്പച്ചിയുടെ ഭ്രാന്തെല്ലാം അവൾ പതിയെ പതിയെ അലീന തന്നെയാണ് കേട്ടോ മാറ്റിയെടുക്കുന്നത്. അങ്ങനെ സുഖം പ്രാപിക്കാണ്. ചിന്നുമോളെ സ്വന്തം മകളെ ആ ഒരു അമ്മ അപ്പച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുട്ടോ. ആ കഥാപാത്രങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വരുന്നതിന് മുമ്പേ തന്നെയാണ് കേട്ടോ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ട്വിസ്റ്റാണ് അതവിടെ. വളരെ രസകരമായിട്ടാണ് കേട്ടോ കഥ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അലീനയെ ആ ഒരു കാഴ്ക്കുടം ഓർഫനേജിൽ കൊണ്ടാക്കിയതുപോലെ തന്നെ ചിന്നുമോളെയും അവർ കൊണ്ടുവിട്ടതാണ് കേട്ടോ. ചിന്നുമോളാണെന്നൊക്കെ പിന്നെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷം ലാസ്റ്റ് ആവുമ്പോഴേക്കാട്ടോ അറിയുന്നത്. ചിന്നുമോളെ കിട്ടിയതും അവരുടെ ഭ്രാന്തൊക്കെ മാറുന്നുണ്ട്. അവർ പഴയ ലൈഫിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മാമച്ചൻ്റെയും ഗ്രേസാമ്മയുടെയും കൂടെ ആ വീട്ടിലാട്ടോ താമസം. രേവതിക്കുട്ടി വന്നതോടുകൂടെയാണ് പുതിയൊരു ജീവിതം മാമച്ചനും ഗ്രേസാമ്മയ്ക്കും കിട്ടുന്നത്. അതിനവരോട് ഒരുപാട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് കേട്ടോ അലീനയുടെ ജീവിതം പോകുന്നത്. അലീന ഈ വൈജയന്തിയുടെ വീട്ടിൽ നിന്നും പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. സ്വന്തം വീടെന്ന് പറയാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛൻ അവളെ സ്വീകരിക്കുന്നുണ്ട് തൻ്റെ സ്വന്തം മകളാണെന്നൊക്കെ രീതി. പക്ഷേ വളരെ ഗൗരവക്കാരനായിരിക്കും. എന്നാലും ആ വീട്ടിലെത്തിയിട്ട് ആ വീട്ടിലെ ഓരോ മുത്തശ്ശിയൊക്കെ കാണുന്നുണ്ട്. അച്ഛൻ്റെ അച്ഛനെയും ഒക്കെ അച്ഛൻ്റെ അമ്മയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയൊക്കെ കാണുകയാണ്. അപ്പോഴാണ് തൻ്റെ അപ്പച്ചിക്ക് ഇങ്ങനെ സുഖമില്ലെന്ന് പറയുമ്പോൾ അവളങ്ങനെ കുറച്ച് കാലം അപ്പച്ചിയുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് കേട്ടോ അവിടെ പിന്നെ കാര്യങ്ങൾ രേവതിക്കുട്ടി കത്തിൽ അവിടെ അറിയിച്ച് ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൻ്റെ ഗ്രേസാമ്മയുടെ മകൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് തൻ്റെ അപ്പച്ചി എന്ന കാര്യവും മനസ്സിലാവുന്നത്. പിന്നെ 3 വർഷം മുന്നേ ആ കുഞ്ഞിനെ കാഴക്കുട ഉള്ള ഒരു ഓർഫനേജിലാണ് കൊണ്ടുവിട്ടത്. സ്നേഹനികേതനത്തിലാണ് ആക്കിയതെന്ന് അറിഞ്ഞതോടുകൂടി അത് ചിന്നുമോളാണെന്ന കാര്യവും അവർക്കത് ബോധമാവാണ്. നല്ലൊരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് മയത്തിന് മുമ്പിൽ വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.